ഒരു ഇന്റർവ്യൂവിൽ അവതാരകൻ രാഹുൽ ദ്രാവിഡിനോട് ഇങ്ങനെ ചോദിച്ചു: താങ്കൾ കണ്ട ക്രിക്കറ്റ് പ്ലേയേഴ്സിൽ ഏറ്റവും കൂടുതൽ പാഷനേറ്റായി തോന്നിയ പ്ലെയർ ആരാണെന്ന്. ദ്രാവിഡ് പറഞ്ഞു: സച്ചിൻ, ഗാംഗുലി, ലക്ഷ്മണൻ. ഇവരിലൊക്കെ ഞാൻ ആ പാഷൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ഞാനത് കണ്ടത് മറ്റൊരാളിലായിരുന്നു. ഒരിക്കൽ രാജസ്ഥാൻ റോയൽസിന്റെ സെലക്ഷൻ ക്യാമ്പിന്റെ നെറ്റ്സിലാണ് ആ 40-കാരനെ ഞാൻ ആദ്യമായി കണ്ടത്. തൻ്റെ 20-ാം വയസ്സ് മുതൽ മുംബൈയുടെ മൈതാനങ്ങളിൽ അയാൾ ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ഒരിക്കലും ഒരവസരവും അയാളെ തേടി വന്നില്ല. വിട്ടുകൊടുക്കാൻ അയാൾക്ക് മടിയായിരുന്നു. ക്രിക്കറ്റിനോടുള്ള അടങ്ങാത്ത സ്നേഹം അയാളെ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാൻ പ്രേരിപ്പിച്ചു. വർഷങ്ങൾ കടന്നുപോയി. 1-2 20 വർഷങ്ങൾ. അന്നും അയാൾ മുംബൈ ലോക്കൽ ക്രിക്കറ്റിലെ ഒരു സാധാരണ ബൗളറായിരുന്നു. ഒടുവിൽ അയാൾ രാജസ്ഥാൻ റോയൽസിന്റെ സെലക്ഷൻ ക്യാമ്പിലേക്ക് വണ്ടി കയറി. അതെ, എന്നും യുവാക്കളെ വാർത്തെടുക്കാൻ മാത്രം മുന്നിട്ട് നിന്ന അതേ റോയൽസിന്റെ സെലക്ഷൻ ക്യാമ്പിലേക്ക് ഒരു 40-കാരൻ. ദ്രാവിഡ് അയാളെ ശ്രദ്ധിച്ചു. പല രാജസ്ഥാൻ പ്ലേയേഴ്സും ചോദിച്ചു: ആരാണ് നെറ്റ്സിൽ ബോൾ ചെയ്യുന്ന ആ അങ്കിൾ? 40-കാരന്റെ രൂപവും 20-കാരന്റെ ചങ്കുറപ്പുമുള്ള അയാളെ ദ്രാവിഡ് രാജസ്ഥാൻ സ്ക്വാഡിലേക്ക് തിരഞ്ഞെടുത്തു. ഒരു ദിവസം ദ്രാവിഡിന് ഒരു കോൾ എത്തി. രാജസ്ഥാൻ റോയൽസ് CEO ആയിരുന്നു അത്. അയാൾ ദ്രാവിഡിനോട് ഇങ്ങനെ ചോദിച്ചു: നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? എന്നും യുവാക്കളെ വാർത്തെടുക്കാൻ പ്രേരിപ്പിച്ച ഈ ടീമിൽ എന്തിനാണ് ഒരു 40-കാരൻ? എന്നാൽ ദ്രാവിഡ് ഇങ്ങനെ പറഞ്ഞു: ആ 40-കാരനിൽ അടങ്ങാത്ത ഒരാവേശമുണ്ട്. എനിക്കത് ആവശ്യമുണ്ട്. കാത്തിരിപ്പ് അവസാനിപ്പിച്ചില്ല. ടീമിൽ സെലക്ട് ആയെങ്കിലും ഒരുപാട് മാച്ചസിൽ ഒരവസരം പോലും കിട്ടാതെ അയാൾ ഡഗൌട്ടിൽ ഇരുന്നു. അപ്പോഴും ദ്രാവിഡ് കണ്ടത് മറ്റൊരു പ്ലേയേഴ്സിനോട് സംശയം ചോദിച്ചും ഏതൊരു പ്രാക്ടീസ് സെക്ഷനിലും മുടങ്ങാതെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന അയാളെയാണ്. ഒടുവിൽ അയാളുടെ അവസരം വന്നെത്തി. അന്ന് ദ്രാവിഡ് രാജസ്ഥാൻ കോച്ച് തൻ്റെ ആദ്യ മാൻ ഓഫ് ദ മാച്ചിൽ കിട്ടിയ ട്രോഫിയുമായി അയാൾ ദ്രാവിഡിന്റെ മുറിയിലെത്തി. അതുവരെ എന്തിനേയും ചങ്കുറ്റത്തോടെ നേരിട്ട അവിടം വരെ എത്തിയ ആ 40-കാരൻ ദ്രാവിഡിന്റെ മുമ്പിൽ വിതുമ്പുകയായിരുന്നു. ഒരു ജൂനിയർ ലെവൽ ക്രിക്കറ്റ് പോലും കളിക്കാതെ തൻ്റെ അർപ്പണബോധം കൊണ്ട് മാത്രം ഇതുവരെ എത്തിയ ഒരാളുടെ വിജയത്തിന്റെ കണ്ണീർ 2014 IPL സീസണിൽ 15 വിക്കറ്റുകൾ നേടി അയാൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരാളുടെ പേര് കടന്നു പോകുന്നുണ്ടാകും. അതെ, അയാളെ കുറിച്ച് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അയാളുടെ പേര് പ്രവീൺ താംബെ.